സിംഹമുഖാസുരനെ വധിച്ചതും ശൂരപത്മാസുരനെ വധിക്കുന്നതുമായ കഥകളൊക്കെ വർണ്ണിച്ച് ഭഗവാന്റെ പരിണയവും നമ്മൾ കണ്ടു. പിന്നീട് സ്കന്ധപുരാണത്തിന്റെ അവസാനം ആരൊക്കെയാണോ ഈ മൃഗസ്വാമിയുടെ ലീലകള് കേട്ടത്, അതുമായി ബന്ധപ്പെട്ടത്, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ മഹാദേവന്റെ അനുഗ്രഹത്തോടുകൂടി യജ്ഞം സമർപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ വല്ലി ദേവസേന വിവാഹവും അതുപോലെ തന്നെ ദക്ഷകാണ്ഡത്തിലെ ദക്ഷന്റെ കഥ, പാർവതീ പരിണയം, കുമാരസംഭവം, ആ കുമാരന്റെ യുദ്ധത്തിനായിട്ട് ഓരോരോ സ്ഥലത്ത് ചെല്ലുകയും തിരുപ്പറംകുന്ന്, തിരുച്ചെന്തൂര്, ചെങ്കോട്ട ഓരോ സ്ഥലത്ത് ചെന്ന് അവിടെയൊക്കെ മഹാകുമാരനെ ആരാധിച്ചതായ സ്ഥലം ഇതാ പ്രസിദ്ധമായി. ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധമാണ് സ്കന്ധപുരാണത്തിൽ അനവധി അധ്യായത്തിലായിട്ട് ഇതാ വർണ്ണിച്ചത്. അവിടെ ഒരു ഘട്ടത്തില് ശൂരപത്മാസുരൻ അമ്മയായ മായാദേവിയെ വിളിച്ചു. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് അമ്മയോട് ചോദിച്ചു. അപ്പോഴേക്കും അമ്മയ്ക്ക് മൃഗസ്വാമിയുടെ മഹിമയെ തിരിച്ചറിഞ്ഞ് ആ മൃഗസ്വാമിയെ അഭയം പ്രാപിച്ച് തടവിലാക്കിയ ദേവന്മാരെ മുഴുവനും മോചിപ്പിക്കാനായിട്ട് ഇതാ പറഞ്ഞു. കൂട്ടാക്കിയില്ല എന്നാണ്. മരിച്ച അസുരന്മാരെ എങ്ങനെയാണ് രക്ഷിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു. 7 സാഗരങ്ങൾക്ക് അപ്പുറത്ത് അമൃത ഹേമമന്ത്രകൂടം എന്ന പർവ്വതമുണ്ട്. ആ പർവ്വതത്തെ കൊണ്ടുവന്നാൽ മരിച്ചവരെ ജീവിപ്പിക്കും. തുടർന്ന് താരകാസുരനെയും സിംഹമുഖാസുരനെയും തന്റെ ഭൃത്യന്മാരെയും ഒക്കെ വധിച്ച കോപത്തിൽ ശൂരപത്മാസുരൻ അമൃതഹേമ മന്ത്രപർവ്വതത്തെ കൊണ്ടുവന്നു. മരിച്ച സർവ്വരെയും ജീവിപ്പിച്ചു. അത്യുത്സാഹത്തോടുകൂടി വീണ്ടും യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ദേവന്മാരൊക്കെ ഭയന്നു. മൃഗസ്വാമി ഒരു പുഞ്ചിരിയോടുകൂടി അവിടെ നിന്നു. അതിനുശേഷം ഇതാ മഹാദേവനെ ആരാധിച്ചു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് സർവ സംഹാരാസ്ത്രത്തെ കൊടുത്തുവെന്നാണ്. ആ മഹാദേവനെ ആരാധിച്ചതായ ആ പുണ്യസ്ഥലമാണ് തിരുച്ചേഞ്ചലു എന്നതാ സൂചിപ്പിക്കുന്നത്. അവിടെ ആ സ്ഥലത്ത് തന്നെയാണ് ഈ ചണ്ഡേശ്വര നായനാര് മഹാദേവന്റെ അവതാരമായിട്ട് അവതരിച്ചത്. ആ സർവസംഹാരാസ്ത്രത്തെ കൊണ്ട് ശൂരപത്മാസുരൻ ആരൊക്കെ ജീവിപ്പിച്ചുവോ അവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് മൃഗസ്വാമി വധിച്ചു കളഞ്ഞു. അപ്പോഴാണ് ശൂരപത്മാസുരന് ശിവപുത്രനായ മൃഗസ്വാമിയുടെ മഹിമയെ തിരിച്ചറിഞ്ഞത്. പിന്നീട് അതിഘോരമായ യുദ്ധം, പല പല സ്വരൂപമെടുത്തുകൊണ്ട് ശൂരപത്മാസുരൻ യുദ്ധം ചെയ്തു. ചക്രവാകപക്ഷിയായിട്ട്, കുതിരയായിട്ട്, ഒട്ടകമായിട്ട്, സിംഹമായിട്ട്, ഇത്തരത്തിലുള്ള എല്ലാ മായകളെയും മൃഗസ്വാമി ഇല്ലാതെയുണ്ടാക്കി. പിന്നീട് ഒരു വൃക്ഷമായിട്ട് ഒളിച്ചു നിന്നുവെന്നാണ്. തന്റെ വേലാകുന്ന ആയുധത്തെ എടുത്ത് ആ വൃക്ഷത്തെ രണ്ടായിട്ട് പിളർന്നു. അങ്ങനെ ശൂരപത്മാസുരന്റെ വധവും ഇതാ നടന്നു. രണ്ടായ ശൂരപത്മാസുരൻ എന്ത് ചെയ്തു? ആ ഓരോ ഭാഗം, ഒരു ഭാഗം മയിലാവുകയും ഒരു ഭാഗം കുക്കുടമാവുകയും ചെയ്തു. ആ കുക്കുടമാകട്ടെ ആ മൃഗസ്വാമിയുടെ രഥത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉറക്ക പോയി മയിലിനെ തന്റെ വാഹനമാക്കി. അതുവരെ മയിലും കുക്കുടവും ഉണ്ടായിരുന്നു. ആരായിരുന്നു? ദേവേന്ദ്രൻ മയിലായിട്ടും അഗ്നി ഭഗവാൻ കുക്കുടവുമായിട്ടായിരുന്നു. അവരെ മോചിപ്പിച്ച് ഈ ശൂരപത്മാസുരനെ രണ്ടാക്കി, 2 വാഹനമാക്കി ഇതാ മാറ്റി. ഇങ്ങനെ ശൂരപത്മാസുരന്റെ വധം അറിഞ്ഞ് ശൂരപത്മാസുരന്റെ പുത്രനായിട്ടുള്ള ഹിരണ്യൻ ഉറക്കെ കരഞ്ഞു. സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് പോയി ഒളിച്ചു. എന്നിട്ട് പറഞ്ഞു, കഷ്ടം, എന്തൊരു പാപിയാണ് ഞാൻ.
അച്ഛാ അവിടത്തേക്ക് പിതൃകർമ്മം ചെയ്യാൻ പോലും സാധിക്കുന്നില്ലല്ലോ. കാരണം എന്താണ്? മൃഗസ്വാമി അച്ഛനെ കോഴിയാക്കി മയിലുമാക്കി. പിതൃകർമ്മം ചെയ്യാൻ പറ്റും. എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞ് ഹിരണ്യൻ പരിതപിക്കുകയും ശിഷ്ടജീവിതം മഹാദേവ ആരാധന നടത്തി ഇതാ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയതായി സൂചിപ്പിച്ചു. അതിനുശേഷമാണ് സർവ്വദേവന്മാരെയും ഇതാ സുബ്രഹ്മണ്യ സ്വാമി മോചിപ്പിച്ചത് എന്നതാ വർണ്ണിച്ചു. ഇങ്ങനെ ഓരോ കഥകളെയും ഇതാ സൂചിപ്പിച്ചു. അതിനുശേഷമൊക്കെയാണ് ദേവയാനി പരിണയത്തെ ഇതാ നമുക്ക് പറഞ്ഞു തന്നത്. തിരുപ്പറം കുന്നിലാണ് ദേവയാനി പരിണയം നടന്നത്. മുചുകുന്ദനെയൊക്കെ ആ സന്ദർഭത്തിൽ ക്ഷണിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ മുചുകുന്ദൻ എങ്ങനെയാണ് മുചുകുന്ദനായത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം പറയുന്നുണ്ട്. പണ്ട് പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ മുകളിലൊരു കൊരങ്ങൻ, ആ കൊരങ്ങൻ കളിയായിട്ട് കൂവളത്തിൻ്റെ ഇല പറക്കി ഈ പാർവതി പരമേശ്വരന്മാരുടെ ശിരസിലിട്ടുകൊണ്ടിരുന്നു. പാർവതി ദേവിക്ക് ദേഷ്യം വന്ന് ഈ ഇല പൊഴിയുന്നത് കണ്ട് ഒരു നോട്ടം നോക്കി. അപ്പൊ വേഗം മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പാർവതി ദേവി, ദേഷ്യപ്പെടേണ്ട കൊരങ്ങനോട്. ആ കൊരങ്ങനും അവിടുത്തെ പുത്രനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാർവതി ദേവി സമാധാനിച്ചു എന്നും പാർവതി പരമേശ്വരന്മാര് ആ കുരങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ്. ശ്രേഷ്ഠമായ കുലത്തില് രാജാവായി. കുരങ്ങൻ പറഞ്ഞു, വേണ്ട, എനിക്ക് മഹാദേവ പൂജ കഴിച്ച് മഹാദേവ സ്മരണയിൽ ഇരുന്നാ മതി. അത് പറ്റില്ല, നീ ഞങ്ങളെ കൂളത്തിൻ്റെ കൊണ്ട് ആരാധിച്ചുവല്ലോ, ഫലം വേണം. അപ്പൊ പറഞ്ഞു, ജനിക്കുകയാണെങ്കിൽ കുരങ്ങന്റെ മുഖത്തോടു കൂടി ജനിക്കണം. അങ്ങനെയാണ് മുചുകുന്ദൻ എന്ന പേരില് ഹരിചന്ദ്രന്റെ വംശപരമ്പരയിലെ സൂര്യവംശത്തിൽ ജനിച്ചു. പിന്നീട് ദേവന്മാരുടെ സേനാനായകനായി മൃഗസ്വാമി സേനാനായകം ഏറ്റെടുത്തപ്പോൾ മുചുകുന്ദൻ ഫ്രീയായി. ഇവിടെ ദേവയാനി പരിണയത്തില്, ദേവസേന പരിണയത്തില് മുചുകുന്ദനെ ക്ഷണിക്കാനായിട്ട് സ്കന്ദൻ പ്രത്യേകം പറഞ്ഞു എന്നാണ്. അങ്ങനെ മുചുകുന്ദനൊക്കെ ആ വിവാഹത്തിൽ പങ്കെടുത്തു എന്നത് സൂചിപ്പിച്ചു. അതിനുശേഷം ദേവയാനിയൊത്ത് സ്കന്ദസ്ഥലത്തിൽ കുറച്ചു നാള് വസിച്ച്, അപ്പൊ ഈ തിരുപ്പുറം കുന്നിലാണ് ഇന്ദ്രപുത്രിയായ ഈ ദേവസേനയെ, ദേവയാനിയെ പാണിഗ്രഹണം ചെയ്തത്. അതാണ് തിരുപ്പരം കുന്നിന്റെ പ്രാധാന്യം. അതിനുശേഷം ആണ് പിന്നീട് വള്ളി പരിണയത്തിനായിട്ട് ഭഗവാൻ ഇതാ എഴുന്നള്ളിയത്. ശിവമുനിയുടെ പുത്രനായിട്ടാണ്. അത് ശിവമുനി ശാപത്തിന്റെ ഫലമായിട്ട് മഹാവിഷ്ണു തന്നെയാണ് ശിവമുനിയായത്. മഹാലക്ഷ്മി മാന്റെ സ്വരൂപത്തിൽ വന്ന് രമിക്കുകയും ആ മാൻ പ്രസവിക്കുകയും ഇതാ വള്ളി എന്ന പേരോടുകൂടി അവിടെ ആ വേടന്മാർക്ക് അത് ലഭിച്ചു എന്നതാ സൂചിപ്പിക്കണം. വള്ളി എന്ന് പറഞ്ഞ ഈ കിഴങ്ങൊക്കെ മാന്തി എടുത്ത ഒരു കുഴിയിലാണ് ഇതാ ഇവർക്ക് ഈ വള്ളിയെ ലഭിച്ചത് എന്നതാ സൂചിപ്പിക്കപ്പെടുന്നു. അത് വള്ളിക്കിഴങ്ങുകൾ പറിച്ചെടുത്ത കുഴിയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ. ഈ വേടന്മാരുടെ സ്ഥലമാകട്ടെ ഈ തൊണ്ടമാനാട്ട് എന്നാണ്, വള്ളിമല എന്നത് പ്രസിദ്ധമായ സ്ഥലമാണ്. അവിടെ പുത്രന്മാരില്ലാത്ത ഒരു കാട്ടാള രാജാവ് നമ്പിരാജൻ. ആ നമ്പിരാജന് ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായി. ആൺകുട്ടികളുണ്ട്. അങ്ങനെ നമ്പിരാജനാണ് ഈ വള്ളിക്കിഴങ്ങൊക്കെ പറിച്ചതായ കുഴിയിൽ നിന്ന് ഈ പെൺകുട്ടിയെ കിട്ടിയത്. അങ്ങനെ ആ വള്ളിക്ക് 12 വയസ്സ് കഴിഞ്ഞ സമയത്ത് തിനവനത്തിൽ മാടം കെട്ടി. എന്നിട്ട് കൃഷി സംരക്ഷിക്കാനായിട്ട് അതൊരു ആചാരമാണ്. അവിടെ സംരക്ഷിക്കാൻ പോയ സമയത്താണ് മൃഗസ്വാമി അവിടെ വന്ന് ഈ തിനവനത്തിൽ വന്ന് വള്ളിയുമായിട്ട് പരിചയപ്പെടുന്നു. വള്ളി ആദ്യമൊക്കെ വിമുഖത കാണിച്ചുവെങ്കിലും മൃഗസ്വാമി കിട്ടില്ല. പിന്നാലെ അങ്ങനെ വന്നു. തുടർന്ന് വൃദ്ധഭാവത്തിൽ വന്നു. അതുപോലെ തന്നെ ഒരു വേഗമരമായിട്ട് അച്ഛനും സൈന്യങ്ങളൊക്കെ വന്നപ്പോ ഈ വള്ളി പേടിച്ചു. അയ്യോ, അച്ഛൻ വരുന്നുണ്ട്, സൈന്യങ്ങൾ വരുന്നുണ്ട്, കാട്ടാളന്മാരാണ്, ക്രൂരന്മാരാണ്, അങ്ങ് എന്തെങ്കിലും ചെയ്യും, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അച്ഛനും സൈന്യങ്ങളും എത്തി. നോക്കുമ്പോ മൃഗസ്വാമിയെ കാണാനില്ല. അപ്പോഴാണ് ഈ തിനവനത്തില് ഈ വള്ളി താമസിക്കുന്നതായ ആശ്രമത്തിന്റെ അടുത്ത് മൃഗസ്വാമി ഒരു വേങ്ങമരമായിട്ട്. ഈ കാട്ടാള രാജാവ് ചോദിച്ചു, ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഈ വേങ്ങമരം ഉണ്ടായില്ലല്ലോ, ഇതെന്താ ഇപ്പൊ പുതിയൊരു മരം?
അപ്പോഴേക്ക് ബാക്കി കാട്ടാളന്മാർ പറഞ്ഞു, ഇത് ഉടൻ തന്നെ വെട്ടിക്കളയുന്ന വിഷവൃക്ഷമാണ്, ഇത് ശരിയല്ല ഇവിടെ. അപ്പൊ വേഗം വള്ളി പറഞ്ഞു, അതല്ല അച്ഛാ, എനിക്ക് നല്ല തണലും കാറ്റുമൊക്കെ നൽകുന്നുണ്ട് ഈ വൃക്ഷം. വള്ളിക്ക് മനസ്സിലായി ഇത് മുരുകൻ വേഗമരമായിട്ട് നിൽക്കുകയാണെന്ന്, വെട്ടിക്കളയണ്ട എന്ന് പറഞ്ഞു. അവര് പോയ സമയത്ത് വീണ്ടും മുരുകൻ വന്നു. അങ്ങനെ വള്ളിയുമായിട്ട് അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കവേ വീണ്ടും രാജാവെത്തി. അപ്പൊ വേഗം വൃദ്ധ താപസന്റെ വേഷം കിട്ടി. എന്നിട്ട് വള്ളിയുടെ അടുത്ത് നിന്നു. അപ്പൊ നമ്പി രാജാവ് ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാണ്? ഞാൻ ഉത്തരഭാഗത്തു നിന്ന് വരികയാണ്, ഇവിടെ വന്ന് ഈ വള്ളിയുടെ തപസ്സൊക്കെ കണ്ടു, എന്തായാലും കുറച്ചു കാലം ഞാൻ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു. രാജാവ് ഈ വൃദ്ധ താപസനെ വള്ളിക്ക് പരിചരണത്തിനായിട്ട് വെച്ചു വരുന്നു. അപ്പൊ ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുരുകസ്വാമി വൃദ്ധനായിട്ടാണ്, എനിക്ക് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞു. വെള്ളം കിട്ടണമെങ്കിൽ കുറെ ദൂരം പോകണം. അപ്പോ വൃദ്ധതാപസനായ മൃഗസ്വാമി പറഞ്ഞു, ഞാനും വരാൻ വെള്ളം എടുക്കാൻ, നമുക്ക് ഒരുമിച്ച് പോവാം. പോകുന്ന സമയത്ത് ഈ വൃദ്ധനായ ഈ താപസൻ വള്ളിയോട് പറഞ്ഞു എന്നാണ്, നിന്നെ കാണാൻ അതീവ സുന്ദരിയാണ്, നിന്റെ ഓരോ ചലനങ്ങളും കാണുമ്പോ എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ ഈ കൈ പിടിച്ചിട്ടാ പോണത്, ഈ അച്ഛൻ എന്ന ഭാവത്തിലാണ് വള്ളി കൊണ്ടുപോണത്, വൃദ്ധനല്ലേ. അപ്പോഴാണ് കൈ കൊടഞ്ഞിട്ട്, ആഹാ വൃദ്ധ താപസനാണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം നിന്നപ്പോ എന്നെ കല്യാണം കഴിക്കണമെന്ന് എന്ന് പറഞ്ഞ് ദേഷ്യമെന്ന വള്ളി ആ വൃദ്ധ താപസനെ അവിടെ ഉപേക്ഷിച്ച് വീണ്ടും തിനവനത്തിലേക്ക് ഇതാ എത്തുകയും ചെയ്തു. ഇങ്ങനെ ഓരോ ലീലകള് ഇതാ അവിടെ ആടിക്കൊണ്ടിരുന്നുവെന്നാണ്. അതിനുശേഷം ഈ തിനവനത്തിലെ മാടൻകെട്ടലിന്റെ കർമ്മം അവസാനിപ്പിച്ച് തിരുത്തണി മലയിലേക്ക് പോയി. അപ്പൊ ഈ വള്ളിക്ക് കാര്യമൊക്കെ ശരിയായി. ഈ തന്നെ പരിചയപ്പെട്ടതായ ഈ കുമാരനെ സുബ്രഹ്മണ്യസ്വാമിയാണ് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും എന്തോ ഉള്ളുകൊണ്ട് ആ കുമാരനോട് എന്തോ ആഗ്രഹം തോന്നി. തോഴിമാരോട് പറഞ്ഞു, ഞാൻ തിരുത്തണി മലയിലാണ്, എങ്ങനെയെങ്കിലും കുമാരനെ അറിയിക്കണം. പക്ഷെ അറിയിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവിടെ കുമാരൻ ആ തിരുത്തണി മലയില് എത്തി എന്നതാ സൂചിപ്പിക്കണം. പിന്നീട് നമ്പിരാജാവും എല്ലാവരും അവിടെ വന്ന് ഈ മുരുകസ്വാമിയും മുരുകസ്വാമി വള്ളിയെ കൊണ്ടുപോയി നന്ദനവനത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. മകളെ കാണാതെ കണ്ട് നമ്പിരാജാവ് അന്വേഷിച്ചപ്പോൾ നന്ദനവനത്തിൽ ചെന്ന ഈ വള്ളിയെ കണ്ടുപിടിച്ചു. ഒപ്പമുണ്ടായ യുവാവിനെ അതികോപത്തോടുകൂടി വധിക്കാൻ പറഞ്ഞു. എല്ലാവരും ആയുധമെടുത്ത് വധിക്കാൻ വന്നപ്പോൾ മൃഗസ്വാമി വേലായുധനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. നമ്പിരാജാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമാരന്റെ കാക്കൽ വീണിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുലദൈവമാണ് ഇവിടെ, കുലദൈവമായ അങ്ങ് ഞങ്ങളിൽ ഒരു പെൺകുട്ടിയെ ഇതാ ആരുമറിയാതെ കണ്ട് കൊണ്ടുപോയി ഞങ്ങളുടെ വംശത്തിന് അപമാനത്തെ വരുത്തി വെക്കാൻ പാടൂ, ഞങ്ങളെ രക്ഷിക്കേണ്ടതല്ലേ, അങ്ങ് ശിക്ഷിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മുരുകസ്വാമി പറഞ്ഞു, ശിക്ഷിക്കുന്നില്ല, രക്ഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് വള്ളിയെ വിവാഹം കഴിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉടൻ തന്നെ അവിടെ വെച്ച് വള്ളി പരിണയവും നടന്നു. മഹാവിഷ്ണുവും ബ്രഹ്മാവും സർവദേവന്മാരും ഇതാ അവിടേക്കെത്തി ആ വിവാഹം അതിഗംഭീരമായിട്ട് നടത്തി. അതിനുശേഷം ദേവസേന വിരഹാപ്തി കൊണ്ടങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ദേവസേനയുടെ അടുത്തേക്ക് വള്ളിയ സമേതനായിട്ട് എത്തി. ആ ദേവസേനയാകട്ടെ വള്ളിയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. വള്ളി വേഗം ചെന്ന് ദേവയാനിയെ നമസ്കരിച്ചു. അപ്പൊ അവർക്ക് ഓർമ്മ വന്നു, പണ്ട് വിഷ്ണുവിന്റെ പുത്രിമാരായിരുന്നു ഞങ്ങള്, അതിൽ മൂത്തതാണ് അമൃതവല്ലി. ആ അമൃതവല്ലി ഇപ്പോ ദേവസേന ദേവയാനിയായിട്ട് മാറിയിരിക്കുന്നു. അതിന് ചുവട്ടിലുള്ള വേദവല്ലി ശിവമുനിയുടെ പുത്രിയായിട്ട് വള്ളിയായിട്ട് വന്നിരിക്കുന്നു. രണ്ടു പേർക്കും ഉണ്ടായ സന്തോഷത്തിന് കണക്കില്ല. പിന്നീട് ഇന്ദ്രപുത്രിയായിട്ടാണ് അവര് അവതരിച്ചത്. അങ്ങനെ അവരുടെ മൂന്നാമത്തെ ജന്മത്തില് ഈ പൂർണ്ണത അവർക്ക് ലഭ്യമായി. സന്തോഷത്തോടു കൂടി മൃഗസ്വാമിയുടെ ഇടവും വലത്തും വള്ളിയും ദേവയാനിയോടുകൂടി വള്ളി ദേവയാനി സമേതനായി മൃഗസ്വാമി ഇതാ ശോഭിച്ചു എന്നതാ സൂചിപ്പിക്കണം. ഇത്തരത്തില്
ആ മുരുകസ്വാമിയുടെ ലീലകളെ സൂചിപ്പിച്ച് പിന്നെ തിരുപ്പരംകുന്ന്, അതുപോലെ തന്നെ തൃച്ചെന്തൂരാലയം മുതലായ തൃച്ചെന്തൂര് പ്രസിദ്ധമായ മുരുകാലയത്തെ കുറിച്ചൊക്കെ സ്കന്ദപുരാണം ഇതാ സൂചിപ്പിച്ചു. തിരുനെൽവേലിയിൽ നിന്ന് ഏകദേശം ഒരു 36 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കടലോര ദേശത്താണ് ഈ തൃച്ചെന്തൂര് എന്നുള്ള സ്ഥലം എന്നതാ സൂചിപ്പിക്കപ്പെടുന്നു. അത്തരത്തിൽ ദേവന്മാര് എല്ലാവരും തൃച്ചെന്തൂരിൽ വെച്ചിട്ടാണ് സർവരും ആ മുരുകസ്വാമിയെ ആരാധിച്ചതായ കഥ. അത് നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ആ കഥാഭാഗങ്ങളൊക്കെ ഇതാ കേട്ടു. ഇങ്ങനെ മൃഗസ്വാമിയുടെ ലീലകളെ ഒക്കെ തന്നെ ഇതാ അവിടെ സൂചിപ്പിച്ച് സ്കന്ദപുരാണത്തെ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ പഴനിമല മഹാത്മ്യത്തെക്കുറിച്ചും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമായ ഭക്തന്മാരുടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സ്കന്ദപുരാണം ആരാണോ കേൾക്കുന്നത്, ആരാണോ അത് ഭക്തിയോടുകൂടി അതിനെ ബഹുമാനിക്കുന്നത്, അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. ഏത് അമ്മമാരാണോ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്, അവരുടെ കുട്ടികൾക്കൊക്കെ ദീർഘായുസായിട്ടും ഗുരുത്വമുള്ളവരായിട്ടും എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തോടുകൂടി അവരുടെ സന്തതി പരമ്പരകൾക്കുള്ള ദുരിതങ്ങളൊക്കെ തീരുമെന്നും ഇതിന്റെ ഫലശ്രുതിയിൽ പറയുന്നു. അത്രയ്ക്ക് പുണ്യപ്രദമാണ് മുരുകസ്വാമിയുടെ കഥകളെ ശ്രവിക്കുക, അതിനെ ആദരിക്കുക. അതിൻ്റെ ഈ സ്കന്ദപുരാണത്തിന്റെ അത് ഉത്സവമാണ്. ആ ഉത്സവത്തിൽ പങ്കെടുക്കുക, അത് ഒരു ശ്ലോകമെങ്കിലും കേട്ടാൽ മതി എന്നാണ്. ആ മുരുകസ്വാമിയുടെ കഥ പറയുന്നതായ ആ യജ്ഞശാലയിലേക്ക് പ്രവേശിച്ചാൽ ദുരിതങ്ങളെ തീരുമെന്നാണ്. അത്രയ്ക്ക് പുണ്യമാണ്. അതുകൊണ്ടൊക്കെ അവരോടും പറയുന്നത്, യജ്ഞം നടക്കുമ്പോൾ എല്ലാവരും യജ്ഞശാലയിലേക്ക് വരണം. കാരണം സർവ്വദേവതാ പ്രസാദമാണ്. ഋഷികള്, പിതൃക്കള്, സിദ്ധന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, സർവ്വസമൂഹവും അവിടെ ഉണ്ടാവും. മൃഗസ്വാമിയുടെ കഥയാകുമ്പോൾ ബ്രഹ്മാവും മഹാവിഷ്ണു ഒക്കെ ഭവ്യതയോടുകൂടി നിൽക്കും. കാരണം അവർക്ക് കേട്ടാൽ എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നിക്കുന്നതും ഇതാ ഈ കഥ തന്നെയാണ്. സ്കന്ദപുരാണത്തില് ഇന്ദ്രപത്നിയായ ശചിദേവിക്ക് കാവൽക്കാരനായിട്ട് അയ്യപ്പസ്വാമി നിൽക്കുന്നതായ സന്ദർഭത്തെയും വർണ്ണിക്കുന്നുണ്ട്. പിന്നീട് ഈ അജമുഖി എന്ന ഇന്ദ്ര പത്നിയെ അപഹരിക്കാൻ വന്ന സമയത്ത് ആ ഇന്ദ്രപത്നിയെ ഉറക്കെ സ്വാമിയേ ശതവയ്യപ്പ, സ്വാമിയേ ഭൂതനാഥ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ശാസ്താവ് അവിടെ വന്ന് ഇന്ദ്രാണിയെ രക്ഷിച്ചത്. ഇന്ദ്രദേവൻ അതിന് ഉപകാരമായിട്ട് ഇതാ ശാസ്ത്രപൂജ നടത്തിയതും ഒക്കെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൃഗസ്വാമി വള്ളിയുമായിട്ടുള്ള ഒരു ലീലയില് രസകരമായ ചില കഥകളൊക്കെ പറയുന്നുണ്ട്. അതായത് വള്ളിയുമായിട്ട് ദേഷ്യപ്പെട്ടു, വൃദ്ധതാപസനായിട്ട് വന്നുവല്ലോ, വൃദ്ധതാപസനായിട്ട് വന്ന് നിന്നെ കല്യാണം കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ കയ്യും കുടഞ്ഞ് ഈ വൃത്താണ് വള്ളി വെള്ളത്തിനായിട്ട് പോകുന്നത്. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അമ്പടാ ഇതാ നിന്റെ ഉള്ളിലിരിപ്പല്ലേ പറഞ്ഞ കയ്യും കുടഞ്ഞ് വള്ളി അങ്ങോട്ട് ഓടിപ്പോയപ്പോ മൃഗസ്വാമി ആലോചിച്ചു ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ എന്താ മാർഗം. വേഗം തന്റെ സഹോദരനായ ഗണപതിയെ വിചാരിച്ചു. ഗണപതി പ്രത്യക്ഷപ്പെട്ടു. എന്താ ഏട്ടാ, എന്താ എന്നെ വിളിച്ചേ? അതെ, ആ വള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്, അതിനൊന്ന് പേടിപ്പിക്കണം. അത്രേ ഉള്ളൂ, ഞാൻ പേടിപ്പിച്ചു തരാം. പേടിപ്പിച്ചാൽ പോരാ, വള്ളി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ അഭയം പ്രാപിക്കണം. എങ്ങനെ അഭയം പ്രാപിക്കേണ്ടത്? എന്നെ വന്നങ്ങനെ കെട്ടിപ്പിടിക്കണം. അത്രയ്ക്ക് വേണം, അത്രയ്ക്ക് വേണം. പിന്നെ ചിഹ്നം വിളിച്ച ഒരു ആനയായിട്ട് ഗണപതി വള്ളിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചാടി വീണു. വള്ളി ഒരു ഓട്ടം, പിന്നാലെ ഗണപതി ഭഗവാൻ. വള്ളി ഓടിച്ചെന്ന് ഈ വൃദ്ധതാപസനെ മൃഗസ്വാമിയെ ആലിംഗനം ചെയ്തു എന്നാണ്. അപ്പോ ഗണപതി ഭഗവാൻ ഈ ഇത്രയൊക്കെ മതിയോ, ഗംഭീരായിട്ടുണ്ട്, ഞാൻ കണ്ടോളാം, പിന്നെ പോളാം. അങ്ങനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ആ വേലായുധൻ അതിസുകുമാരനായിട്ട് മന്മഥനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെ ഈ ആ ഭഗവാൻ അപ്പൊ നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മള് ഏതൊക്കെ തരത്തിലാണോ ജീവിക്കുന്നത്, ഏതൊക്കെ ലീലകളാണോ ആടുന്നത്, അതുപോലെ നമ്മോടൊപ്പം ഇറങ്ങി വന്ന് നമ്മളെ ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചു എന്നാണ്.
ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖിന ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തക സമാചര. അവതാരം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇറങ്ങി വരിക, നമ്മളിലേക്ക് ഇറങ്ങി വന്ന നമ്മോടൊപ്പം കർമ്മം ചെയ്ത് നമ്മളെയും ശരിയായ ആ ഉയരത്തിലേക്ക് ജ്ഞാനമാർഗത്തിലേക്ക് എത്തിക്കുകയാണ് ഭഗവാന്റെ ലീലകൾ. ആ ഭഗവാന്റെ ലീലകളെ പരമാവധി നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആ സ്കന്ധപുരാണം കേട്ട സർവർക്കും ശിവാനുഗ്രഹം ഉണ്ടാവുന്ന ആ അധ്യായം വായിക്കുന്നതോടുകൂടി യജ്ഞം പരിപൂർണമായിട്ടും ഭഗവത്പാദത്തിന് സമർപ്പിക്കുകയാണ്. ഭക്തിയോടുകൂടി ഈ അധ്യായം കേട്ട് നമുക്ക് സർവ്വതും സുബ്രഹ്മണ്യ തൃപാദത്തിൽ സമർപ്പിക്കാം. ഓം ശരവണഭവായ നമ. ഓം വജദ്ഭുവേ നമ. ഓം അധേകനവതിത്തമോധ്യായ സ്കന്ദപുരാണശ്രോതൃണാം മുനീനാം പുരത സപരിവാരസ്യ ശ്രീ പരമേശ്വരസ്യ ആവിർഭാവ. ഋഷയോവാച അദ്യ പ്രവൃത്തിഭോ സൂതത്വാചാര്യപിതാജന ശരീരമാത്രജനകേ പിതരൗ സർവദേഹിനാം ബ്രഹ്മണോ ജ്ഞാനദശ്ചാസി താരിതാശ്ച ത്വയാ വയം ഷണ്ണാം ച പിതൃണാം മധ്യേ ഗിരീയാൻ ബ്രാഹ്മണപിത യേനത്രാപാര സംസാരവാരിത് ഗോഷ്പതീകൃത ശരീരമർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേൽ ഇതി വേദോകേ പഠന്തി വിഭുതേശ്വര തസ്മാൽ വനാനി ന സൂത ശരീരാണി മക്കാമതേ സമർപ്പിതാനി പ്രാണാശ്ച തുഭ്യം സൂത ജഗദ്ഗുരോ അസ്മാകമീശ്വര പ്രോക്ത കൃതാർത്ഥാഃ കൃപയാ തവ സർവം നിവേദയേ അർത്ഥം ആചാര്യായേതി ഹി ശ്രുതി യം നമശ്ചക്രു സോപി താൻ മുനിസത്തമാൻ പുനശ്ച സൂതസ്താൻ ആഘ കിം ന ബ്രൂദൈവമീശ്വരാഃ സാംബം സർവ ജഗന്നാഥ തോഷ്യാസ്വന്തി സ്തുതിഭിസ്തുതം യേനദേവ തേഷാമധ്യേ ദയാനിധിം ആവിരാസീതു മാദേവ്യാ സ്കന്ദവിഘ്നേശ്വരാദിഭിः ആരൂഹ്യ വൃഷഭം ശുഭ്രം കൈലാസഗിരിസന്നിഭം ആഖണ്ഡനമുഖാശേഷലേഖലോകസമാവൃത സർവദേവ ഗന്ധർവാः സ യക്ഷോരഗരക്ഷസः മുമുജു പുഷ്പവർഷാണി ദേവാസ്താനേ നിഭൗകസ ദേവദുന്ദുഭയോനേദൂതിവിസ്സാഗരസന്നിവാഹ നിസാരണ്ഡിമാനേക സഹസ്രാണി നഭസ്സദ തിമിലാഗോ മുഖാനാം ച കോടി കോടിരവാദേം ദഗ്ധും ശംഖാനാം ശൃംഗാണം പത്മമർഭുതം കാഹളീനാം ച ചിഹ്നാനാം മഹാപദ്മാനി സുസ്വരം മൃദംഗതാളപടഹ കോടി കോടി രവാദയൻ ഓം വജദ്ഭുജഭും നമഃ. തിരശ്ചകാരതാൻ ശബ്ദാൻ തുമുലോ ദുന്ദുഭിസ്വന ജിതാർണവം സപത്നീക തഥാ കിം പുരുഷോത്തമാഃ ഉപവീണയിതും പ്രാപ്താ ഗോത്രാദീശ്വര കാർമുകം തത്ര സാക്ഷാൽ മഹാവിഷ്ണു സ്വാഭിർമൂർത്തിപരാവൃത